ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുക്കർ കൽത്തപ്പമാണ്. നല്ല അടിപൊളി ആരികളോട് കൂടിയ നല്ല സൂപ്പർ ടേസ്റ്റിൽ പഞ്ഞി പോലത്തെ കുക്കർ കൽത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുക്കർ കൽത്തപ്പമാണ്. നല്ല ആരുകളടങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കർ കൽത്തപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്ത് 1 ഗ്ലാസ് പച്ചരി ഞാൻ ഇട്ടിത് ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഞാൻ കഴുകി വാർന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ പച്ചരി ഒന്നിട്ട് കൊടുക്കാവേ. നമുക്കിപ്പം എന്തേരം വേണം, അളവൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം ഒരു കുക്കറിനകത്ത് വേകാനുള്ള ആ ഒരപ്പത്തിൻ്റെ ഒരു ഇതനുസരിച്ച് മതി. നമുക്ക് വേണമെങ്കിൽ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അതിനകത്തേക്ക് നമ്മളൊരു എടുത്ത ഗ്ലാസ്സിന് തന്നെ ഇത്രയും ചോറ് ഇടുവാണ്. അപ്പോൾ നമ്മൾ ചോറിട്ടു. ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് ഒത്തിരി ഇടണ്ട. അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചു, ചോറിട്ടു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഏലക്കായും ഇച്ചിരി ജീരകവും കൂടെ ഇട്ട് ഇത് രണ്ടെല്ലാം കൂടെ കൂട്ടി വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയുണ്ട്, ഇച്ചിരി ചോറ്, ഉപ്പ്, ഏലക്കായും ജീരകവും ഇത്രയും കൂടെ കൂട്ടി വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കൽത്തപ്പത്തിനുള്ള മാവിത അരച്ച് ഞാൻ ഇതേ കൊണ്ടുവന്ന് നമ്മുടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ഒഴിക്കാനുള്ള നമ്മുടെ ശർക്കര കൂട്ട് തയ്യാറാക്കണം, പാനി. അപ്പം ഞാനിത് നമ്മുടെ പച്ചരി എടുത്ത ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഇത് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാവേ. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ശർക്കര പാനിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തിളച്ച ഈ ചൂടോടുകൂടി വേണം നമുക്ക് നമ്മുടെ കൽത്തപ്പത്തിൻ്റെ ആ മാവിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാനി ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഇളക്കണം. അപ്പോൾ നമുക്ക് 2 കൈ അരിച്ചൊഴിക്കലും ഇളക്കലും എല്ലാം കൂടെ നമുക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ 1 കൈക്ക് ഇളക്കി 1 കൈക്ക് ഒഴിച്ച് വേണം നമ്മളിത് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് പറ്റിയല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ 1 കൈക്ക് 2 കൈ, 1 കൈ അരിപ്പ പിടിച്ച് 1 കൈക്ക് അരിച്ച് 1 കൈക്ക് ഇളക്കുക, അതെല്ലാം നടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇളക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാവേ. നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിക്ക് ചൂടോട് കൂടി ഒഴിക്കണം. ചൂട് പോയിട്ടോ അല്ലെങ്കിൽ തണുത്തിട്ടോ ഒന്നും ഒഴിക്കാൻ നിൽക്കരുത്. നമ്മളെ പാനി ഉരുക്കിക്കൊണ്ട് വരുന്ന അതേ ഇതിന് വേണം, ചൂടോടുകൂടി വേണം ഒഴിച്ചിളക്കാനായിട്ട്. ഇനിയിപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ഒഴിച്ചു ഒരാൾ ഇളക്കി, അത്രയും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് ഒരാൾ ഒഴിക്കുക ഇളക്കലാണ് നടക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ചെറിയൊരു കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ചെറിയ നല്ല കട്ടിയുള്ളൊരു കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുക്കർ നല്ലപോലെ ഒന്ന് ചൂടായി അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്യ് വേണ്ടിയവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, ഓയിൽ വേണ്ടിയവർക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന്. ഞാൻ ഇതിനകത്തൊരു 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ചുറ്റിച്ച് എല്ലായിടത്തോടെ നമ്മുടെ കുക്കർ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് എല്ലായിടത്തോടെ ഒന്ന് ആക്കിയേക്കാം. പിന്നെ നമ്മുടെ കുക്കർ കൽത്തപ്പത്തിന് വേണ്ടുന്ന 2 മെയിൻ സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചതും, ഇതൊരു 10 ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഈ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് നമ്മുടെ ഈ കുക്കറിനകത്തേക്ക് ഇട്ട്
ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. വറുത്ത് കോരണ്ട, അതിനകത്തേക്ക് തന്നെ ഇട്ടാൽ മതി. പിന്നെ കോരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അതിനകത്തേക്കല്ലേ ഒഴിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ, ഞാനൊരു 10 കുഞ്ഞുള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, നമ്മുടെ ചുവന്നുള്ളി, അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഇതിനകത്തൊന്ന് ഇളക്കി, രണ്ടും ഒരു നല്ല ഗോൾഡൻ കളറാകണം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പേൽ നമ്മളൊരു ഒരു പാന് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കുക്കറിനകത്ത് ഈ കൽത്തപ്പം ഒഴിച്ച് നമ്മൾ ഈ തീക്ക് വെച്ച് കഴിയുമ്പോൾ എന്നാ അടികട്ടിയുള്ള കുക്കറാണ്, ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു എക്സ്ട്രാ പാത്രം വെച്ചേച്ച് അതിനകത്തോട്ട് ഇത് ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല കുക്കറിനകത്ത് നല്ല കൽത്തപ്പം നല്ല കരിയാതെ, അടിവശം ഒന്നും കരിയാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്പുറത്തെ ഈ ഒരു പാത്രം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്, അത് ഞാനിങ്ങനെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ആ ചൂടത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് ഇത് ഇറക്കി വെക്കാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളി ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതുകൊണ്ട് ഈ ബാറ്റർ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതെല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിനകത്തേക്ക് വേറെ ഇനി വേറെ വാരിയിടുകയൊന്നും വേണ്ട, കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട്, വിസിലിടണ്ട, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മേളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവി പോലെ ഇങ്ങനെ തട്ടി വരും. ആ സമയത്ത് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മൾ മറ്റേ പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കൽത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇതേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൽ നല്ലപോലെ ആവിയൊക്കെ വന്ന് നല്ലപോലെ വെള്ളം വരുന്നുണ്ട്, ഇതുണ്ടോ. ഈ സമയത്ത് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തിടണം. ഇട്ടിട്ട് ഇനിയൊരു 5 മിനിറ്റ് നമുക്ക് ഈ പാനിനകത്ത് തന്നെ, ഈ ചൂടിനകത്ത് തന്നെ ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ മൊത്തം ഇപ്പം ഞാൻ ഈ സമയം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 മിനിറ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. കുക്കറിൻ്റെ ഇതും ചൂടും എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു 13 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഈ മേളിൽ കൂടി ഇങ്ങനെ ആവി വെള്ളം വരുന്നുണ്ട്. ഇതുണ്ട്, ഇതിനകത്തൂടെ ഹോളിനകത്തൂടെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതിൻ്റെ ചൂടിനകത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബാക്കി വേകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാവേ. ഇതുണ്ട് നമ്മുടെ കുക്കർ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കാവേ. അപ്പോൾ നമുക്കൊരു ഇറുക്കിലിയോ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുണ്ടോ, ഇപ്പത്തെ പിടിച്ചിട്ടില്ല. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടോ വന്നിട്ടുണ്ട്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെന്തിട്ടുണ്ടോ എന്ന്. നമുക്കിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാതെ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ചൂടാണ്. ഇതുണ്ടോ, നമുക്കിതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ഇതിങ്ങനെ തണുക്കട്ടെ. ഇപ്പോൾ അടച്ചു വെക്കുകയൊന്നും വേണ്ട, നമുക്ക് അതിനകത്തേക്ക് വെള്ളമൊക്കെ ചാടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചർ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി കൽത്തപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാവേ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നല്ല ആരികളോട് കൂടിയതുണ്ടോ, അടിപൊളി ഉണ്ട്. അടിപൊളി കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ടോ, ഇഷ്ടം പോലെ ആരികളും ഇതുണ്ട്. നമ്മൾ എങ്ങനെ മുറിച്ചിരുന്നിട്ട് സൂപ്പർ. അതുണ്ടോ, നല്ല ആരികളോട് കൂടി നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇതുണ്ടോ, നല്ല അടിപൊളി കൽത്തപ്പം കേട്ടോ, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇതുണ്ടോ,
ഇഷ്ടം പോലെ അരികളോട് കൂടിയ അടിപൊളി കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കണ്ണൂരുകാരുടെയൊക്കെ സ്പെഷ്യൽ പലഹാരമാണല്ലോ ഇത്. അപ്പം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി കൽത്തപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.